നമസ്കാരം. KER ചോദ്യോത്തരത്തിലെ 12ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കമൻറ്റ് ബോക്സിൽ സ്റ്റാഫ് ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 3 വീഡിയോ സ്റ്റാഫ് ഫിക്സേഷനും ബാക്കി കാര്യങ്ങളുമാണ് പ്രതിപാദിക്കൽ. അന്നേരം 12, 3, 15 വീഡിയോ ചോദ്യോത്തരങ്ങളും പിന്നെ ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ, അതായത് നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ, നമ്മൾ സാധാരണ SLC പരീക്ഷയെല്ലാം നടക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ലാസ്റ്റ് നിമിഷം ഒരു റിവിഷൻ കൊടുക്കുന്നല്ലേ, ആ ടൈപ്പിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. പിന്നെ ഓൺലൈൻ പരീക്ഷ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അതുകൂടാതെ ഓൺലൈൻ പരീക്ഷയുടെ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കും. നിങ്ങൾ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. 2 പേപ്പറും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയായി എന്നാണ്, പരീക്ഷയ്ക്ക് റെഡിയായി എന്നാണ്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് KER പാസ്സാകാം. ഒന്നാമത്തെ ചോദ്യം, 276ാമത്തെ ചോദ്യം. If there is more than one claimant among non-teaching staff for appointment as teacher, preference shall be in the order of. അതായത് ഒരു ഹൈസ്കൂളിലല്ല നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫിന് പ്രൊമോഷൻ കൊടുക്കുക. എയ്ഡഡ് സ്കൂളിലാണ്, എയ്ഡഡ് സ്കൂളിൽ അതിൽ ഏത് ഓർഡറിലാണ്. നമ്മൾ ഒരു ഹൈസ്കൂളിൽ പിന്നെ ഓഫീസ് സ്റ്റാഫിനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ, ഹെഡ് മാഷ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോസ്റ്റ് ഏതാണ്? യെസ്, അതെ, ക്ലർക്ക് കഴിഞ്ഞാലോ പ്യൂണ് കഴിഞ്ഞാൽ സ്വീപ്പർ ഉണ്ടാവും. സ്വീപ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മിനിയിലുണ്ടാവും, പാർട്ട് ടൈം മിനിയിലുണ്ടാവും. നമ്മുടെ ഹൈസ്കൂൾ അതുണ്ട്, ആ പോസ്റ്റിൽ ഹൈസ്കൂളുണ്ട്. നമ്മളെല്ലാവരെയും നമ്മൾ പ്യൂണെന്ന് പറയുന്നുണ്ടാകും. ഓരോരാൾക്ക് വേറെ വേറെ പോസ്റ്റ് ഉണ്ട്. ക്ലർക്ക് കഴിഞ്ഞാൽ ബാക്കി മുഴുവനും പ്യൂൺസ് അല്ല. ഇപ്പോഴത്തെ പേര് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നാണ് പ്യൂൺസിൻ്റെ. അതുപോലെ ഫുൾ ടൈം മിനിയിലുണ്ടാവും ഹൈസ്കൂളിൽ. അതിൽ അതിൻ്റെ ക്രമം നമ്മൾ അന്നേരം ഒരു ടീച്ചറായിട്ട് പ്രൊമോഷൻ കൊടുക്കേണ്ട ഈ സ്റ്റാഫിൽ ആയിരിക്കും ഫസ്റ്റ് കൊടുക്കേണ്ടത്, അത് ഓർമ്മിക്കുക. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിൽ പതിയും. ഓക്കെ, ഫസ്റ്റ് കൊടുക്കേണ്ടത് ക്ലർക്കിന്, രണ്ടാമത് കൊടുക്കേണ്ടത് പ്യൂണിന്, മൂന്നാമത് കൊടുക്കേണ്ടത് സ്വീപ്പേഴ്സിന്, പിന്നെ അതിൻ്റെ താഴെയിൽ ഏതാ പോസ്റ്റിൽ അവരിക്കാൻ ആ ക്രമത്തിലാണ് സാധാരണ കൊടുക്കൽ. അങ്ങനെയാണ് കൊടുക്കുകയും വേണ്ടത്. എന്നാൽ ഇതൊരിക്കലും മറന്നുകൂടാ. ക്ലർക്സ്, പ്യൂൺസ്, സ്വീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്സ്. 277ാമത്തെ ചോദ്യം. ദ ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഫോർ എലിജിബിലിറ്റി ഫോർ അപ്പോയിൻമെൻറ്റ് ഷാൾ ബി ദ ഡാഷ് ഇൻ വിച്ച് ദ അപ്പോയിൻമെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. അതായത് ഒരു വിദ്യാലയത്തിൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതിൻ്റെ തീയതി പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ജനുവരി 1 18 വയസ്സാണ്. ഫസ്റ്റ് ജനുവരി ഓഫ് ദ ഇയർ. ഇതാണ് ജനുവരി 1 പ്രത്യേകത. ജനുവരി 1 നമ്മൾ PSC അപ്ലൈ ചെയ്യുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകേണ്ട ഡേറ്റ് ഏതാണ്? ഫസ്റ്റ് ജനുവരിയാണ്. ആ ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയായാലും നമുക്ക് PSC എഴുതാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു റിവിഷനും കൂടി. ഒരു കുട്ടിനെ വിദ്യാലയത്തിൽ ചേർക്കണമെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകേണ്ടപ്പോഴാണ്, അതെ, ജൂൺ 1 ഓക്കെ. പിന്നെ ട്രെയിനിങ് സ്കൂളിൽ വയസ്സ് കണക്കാക്കുന്നപ്പോഴാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജൂലൈ 1 ഓക്കെ. ഒരു പോസ്റ്റ്, ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കേണ്ട കട്ട് ഓഫ് ഡേറ്റ് ജനുവരി 1. ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം കൊടുക്കേണ്ടത് ജൂൺ 1. ട്രെയിനിങ് സ്കൂളിലെ കുട്ടിയുടെ വയസ്സ് കണക്കാക്കുന്നത് ജൂലൈ 1. ക്ലിയർ? 278ാമത്തെ ചോദ്യം. അപ്പോയിൻമെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് ഷാൾ ബി ഡീംഡ് ആക്ടിങ് ടിൽ ദേ ആർ കൺഫേംഡ്. അതായത് ഒരു അധ്യാപകൻ കൺഫർമേഷൻ കിട്ടുന്നത് വരെ ആക്ടിംഗ് ആണ് അറിയപ്പെടുന്നത്, ആക്ടിംഗ് ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രൊബേഷണറി ടീച്ചർ. ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഷാൾ ബി ഓൺ പ്രൊബേഷൻ. ഓക്കെ, നമ്മളെല്ലാം ആദ്യം അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊബേഷനായിട്ടാണ് കണക്കാക്കൽ. പ്രൊബേഷണർ എന്ന് നമ്മൾ സർവീസ് ബുക്കിൽ എഴുതൽ പ്രൊബേഷണറി എന്നാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ നമ്മൾ എഴുതുന്നത് ഒഫീഷ്യേറ്റിംഗ് എന്നാണ്.
The authority for declaring the completion of probation of a aided school teacher is manager. മാനേജറാണ് എയ്ഡഡ് സ്കൂൾ ടീച്ചറെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ DD ആണ്. 281 ചോദ്യം. ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഇൻ ദ ലോവർ ഗ്രേഡ് പ്രൊമോട്ടഡ് ടു ദി ഹയർ ഗ്രേഡ്. ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഇൻ ദ ലോവർ ഗ്രേഡ് promoted to the higher grade dash before completing their probation shall be on probation in the higher grade as if appointed under rule 3 chapter 14 in that category. എന്നാണ് റൂൾ 3 പറയുന്നത്. ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് ടീച്ചർ ഷാൾ ബി ഓൺ പ്രൊബേഷൻ. അതാണ് റൂൾ 3 പറയുന്നത്. എന്നാലും ഒരു ക്വാളിഫൈഡ് ടീച്ചർ ലോവർ ഗ്രേഡിൽ പ്രൊമോഷൻ ആണ്ട് ഹയർ ഗ്രേഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കണം. അത് ഏത് റൂൾ പ്രകാരമാണ്? അണ്ടർ റൂള് 43. ഇത് ഞാൻ സ്ഥിരം ആവർത്തിക്കുന്നതാണ്. KER പരീക്ഷയ്ക്ക് ഒരുപാട് റൂള് വരും. അത് നിങ്ങൾക്ക് പ്രയാസമാണ്, നിങ്ങൾ ഒഴിവാക്കുക. ബാക്കി ഒരു അനവധി ചോദ്യമുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. 40 മാർക്കേ വേണ്ടൂ. ഞാൻ സ്ഥിരം പറയുന്നത് 50 മാർക്കിനെങ്കിലും ഉത്തരം എഴുതണം. കാരണം ചില ചോദ്യം PSC ഒഴിവാക്കി കഴിഞ്ഞാൽ 40 മാർക്കിന് മാത്രം ഉത്തരം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 40 ഉൾപ്പെടുത്തിയ ഒരു ചോദ്യം ആണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 39 മാർക്ക് പോരാ ജയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മിനിമം 50 മാർക്കിനെങ്കിലും ശരിയായ ഉത്തരം. അതിനെക്കുറിച്ചിട്ട് വിശദമായ ഒരു ക്ലാസ് ഞാൻ ഓൺലൈൻ പരീക്ഷ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് ഇതിലെ വീഡിയോയിൽ ഞാൻ പറയാം. 283 ചോദ്യം. The authority to make order extending period of probation of an aided primary school teacher is manager. നമ്മൾ പ്രൊബേഷൻ, ഒരു എയ്ഡഡ് സ്കൂളിലെ പ്രൊബേഷൻ കാലാവധി നീട്ടുന്നതിനുള്ള ഓർഡർ നൽകാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന മാനേജർക്ക് തന്നെയാണ്. പിന്നെ ഒരുപാട് തവണ, ഏറ്റവും കൂടുതൽ തവണ എനിക്ക് തോന്നുന്നു ഫോമിനെ കുറിച്ച് ചോദിച്ചത് ഈ ഫോം നമ്പറാണ്. ദ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഷുഡ് ബി ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ 27. The appointment of a teacher duly approved by the educational officer will be effective from the date on which he was admitted on duty. അപ്പോയിൻമെൻറ്റ് ഏത് തീയതി മുതലാണ് അംഗീകരിക്കുന്നത്? ആ അധ്യാപകൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്ത തീയതി മുതൽ അപ്പോയിൻമെൻറ്റ് അംഗീകരിക്കും. ദ വേക്കൻസീസ് ദ ഡ്യൂറേഷൻ ഓഫ് ലെസ് ദാൻ ഡാഷ് നോട്ട് ബി ഫില്ലഡ് അപ്പ് ഓൺ സ്കെയിൽ ഓഫ് പേ. അതായത് ഒരു വർഷത്തിൽ കുറവ്, അതായത് 10 മാസത്തിൽ കുറവില്ലേ ഒഴിവ്. അതായത് ചില സമയത്ത് മാർച്ച് 31 ഒരുപാട് അധ്യാപകർ റിട്ടയർഡ് ചെയ്യുമ്പം ഏപ്രിൽ 1 പുതിയ പോസ്റ്റ് നിയമിച്ചുകൂടാണ്. അന്നേരം അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന സമയത്താണ് ഒരാളെ പോസ്റ്റ് ചെയ്യേണ്ടത്. മറ്റേ നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഏപ്രിൽ മാസം പോസ്റ്റ് ചെയ്യുക. അവർ ഈ 10 മാസം 12 മാസം ജോലി ചെയ്യുന്നവർ, 365 ദിവസം ജോലി ചെയ്യുന്നവരാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. അത് ഒഴിവ് വരുന്ന സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുക. പക്ഷേ ടീച്ചറതാകുമ്പോൾ ലാസ്റ്റ് മാർച്ച് മാസം ഒന്ന് പോസ്റ്റ് ചെയ്തുകൂടാണ്. ദ വേക്കൻസീസ് ഡ്യൂറേഷൻ ലെസ് ദാൻ 1 അക്കാഡമിക് ഇയർ നോട്ട് ബി ഫില്ലഡ് അപ്പ് ഓൺ സ്കെയിൽ ഓഫ് പേ. 287 കോപ്പീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഓൾ സൈൻഡ് ബൈ ദ മാനേജർ ആൻഡ് ദ ടീച്ചർ ടുഗദർ. ശ്രദ്ധിക്കണം, കോപ്പീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ആരെല്ലാം സൈൻ ചെയ്യണം? ഓൾ സൈൻഡ് ബൈ ദ മാനേജർ ആൻഡ് ടീച്ചർ ടുഗദർ വിത്ത് റിക്വയർഡ് ഡോക്യുമെൻറ്റ് ഷാൾ ബി ഫോർവേഡഡ് ബൈ ദ മാനേജർ ടു ദി എഡ്യൂക്കേഷണൽ ഓഫീസർ വിതിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. ആ ഓപ്ഷനിലെ ഉത്തരം 15 ദിവസം ജോയിൻ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ മാനേജറും ടീച്ചറും ഒപ്പിട്ടിട്ട് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് അയക്കണം. ഇഫ് ദ അപ്രൂവൽ ഓഫ് അപ്പോയിൻമെൻറ്റ് ഈസ് ഡിക്ലൈൻഡ് ഫോർ എനി റീസൺ. ഇത് ഇങ്ങനെ അയച്ച സമയത്ത് ഏതെങ്കിലും രീതിയിൽ അപ്പോയിൻമെൻറ്റ് ഡിക്ലൈൻ ചെയ്താൽ, നിരസിച്ചാൽ, ഇത് ഓർഡർ ഡിക്ലൈനിങ് അപ്രൂവൽ ഷോവിങ് റീസൺ ദെർഫോർ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ടീച്ചർ ത്രൂ മാനേജർ. ഒരു എഡ്യൂക്കേഷണൽ ഓഫീസർ ഒരു ടീച്ചറെ അപ്പോയിൻമെൻറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഓർഡറിൻ്റെ ഡിക്ലൈൻ ചെയ്ത ഓർഡറിൻ്റെ കാര്യം മാനേജർ വഴി
ടീച്ചറെ അറിയിക്കണം എന്ന്. ഇത് അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ ഡിക്ലൈൻ അപ്രൂവൽ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ ടീച്ചർ. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ ഡിക്ലൈൻ അപ്രൂവൽ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ ടീച്ചർ ഈസ് ടു ബി ഫയൽഡ് ബിഫോർ ദ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഈ അപ്പീലിൻ്റെ എല്ലാം ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പീൽ ഒരു ഓഫീസർ നമ്മുടെ ഒരു അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് തൊട്ട് മുകളിൽ ഇപ്പോൾ AO ആണെങ്കിൽ DO കൊടുക്കണം, DO ആണെങ്കിൽ DD കൊടുക്കണം, DD ആണെങ്കിൽ DG കൊടുക്കണം. ആ ക്രമം നിങ്ങൾ പഠിച്ചാൽ മതി. ഉപജില്ല എഡ്യൂക്കേഷണൽ ഓഫീസറിന് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഡിസ്ട്രിക്ട് എന്ന് ഉദ്ദേശിക്കുന്ന KR ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കാവും, മറന്നുകൂടാ. റവന്യൂ ഡിസ്ട്രിക്ട് അല്ല, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ് KR ഡിസ്ട്രിക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അപ്പീൽ കൊടുക്കേണ്ടത് AO നിരസിച്ചാൽ DO നിരസിച്ചാൽ DD നിരസിച്ചാൽ DGE, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. നോ അപ്പീൽ ഷാൾ ബി entertained unless it is preferred within 15 days from the date of receipt of the order appealed against. ഇപ്പോൾ നമുക്ക് ഒരു ഓർഡർ നിരസിച്ചുകൊണ്ട് ഒരു ഉത്തരവാക്കിയാൽ അല്ലേ, നമ്മുടെ ഒരു അപ്പോയിൻമെൻറ്റ് നിരസിച്ചുകൊണ്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ ഒരു ഉത്തരവാക്കി കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. എല്ലാ അപ്പീലിനും ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ KR വായിക്കുമ്പോൾ ഒരുപാട് അപ്പീൽ കൊടുക്കാൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം പറഞ്ഞിട്ടുണ്ട്, 60 ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 15 ദിവസമാണ് അപ്പീൽ കൊടുക്കാനുള്ള പരിധി. ദ ചീഫ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഹെഡ് മാസ്റ്റർ ആസ് പെർ റൂള് 10(1) ഓഫ് ചാപ്റ്റർ 14A ഷാൾ ബി സീനിയോറിറ്റി. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചാൽ നമ്മുടെ ഒരു ട്രാൻസ്ഫറിന് മാനദണ്ഡമാകുന്ന എന്നാണ് അധ്യാപകൻ്റെ സീനിയോറിറ്റിയാണ് ട്രാൻസ്ഫറിന് മാനദണ്ഡമാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ KRൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അധ്യായമാണിത്. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. ഇത് മുഴുവനും നമുക്കറിയാം. നമ്മളന്നേരം KRൻ്റെ മാർക്ക് ഏറ്റവും കൂടുതൽ വാങ്ങാൻ പറ്റിയൊരു അധ്യായമാണിത്. ഇത് 2-3 തവണ പഠിക്കുക. ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ ഈ അധ്യായം മുഴുവനൊന്ന് വായിക്കാം. അതിന് ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്, ബോൾഡാക്കിയിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ശരാശരി എൻ്റെ ഒരു കണക്കിൽ ശരാശരി 14 മാർക്ക് എല്ലാ വർഷവും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് അറിയും, കാരണം ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. ഈ ട്രാൻസ്ഫറിനെ കുറിച്ചുള്ളൊരു നോട്ടൊന്ന് ശ്രദ്ധിക്കാം. ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ടിട്ട് 8 പോയിൻ്റാണ് KR പറഞ്ഞിട്ടുള്ളത്. അത് 8 ഒന്ന് മനസ്സിലാക്കാം. ഞാനത് വായിക്കാം. ദ ചീഫ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചർ ഷാൾ ബി സീനിയോറിറ്റി. അത് നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞാണ്. എവറി ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചർ ഷാൾ ബി അലൗഡ് ടു എക്സർസൈസ് ചോയ്സ് ഓഫ് 3 or more സ്കൂൾസ്. ഒറ്റ എയ്ഡഡ് സ്കൂളിൽ ഒരു എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ഒരു വിദ്യാലയം മാത്രമാണെങ്കിൽ വേറെ രക്ഷയില്ലല്ലോ. അവിടെ ട്രാൻസ്ഫർ കൊടുക്കേണ്ടത് മറ്റു വിദ്യാലയത്തിൽ കൊടുക്കാനാവില്ല, അവിടെ ഇവരെ അടുപ്പിക്കൂലല്ലോ. അന്നേരം ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലാണെങ്കിൽ ഒരു അധ്യാപകന് ട്രാൻസ്ഫർ കൊടുക്കാനും 3 അതിൽ കൂടുതൽ സ്കൂൾ ചോയ്സ് ചെയ്യണം. അതിൽ കുറഞ്ഞൂടാ അർത്ഥം. 3 or more സ്കൂൾ. ഇപ്പോൾ സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ, അതായത് ഗവൺമെൻറ് സ്കൂളിൽ 10 ചോയ്സ് ഉണ്ട്. ട്രാൻസ്ഫർ കൊടുക്കാൻ 10 ചോയ്സ് ഉണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൊടുത്തിട്ടെങ്കിൽ, നമ്മൾ ആദ്യം ചോയ്സ് ശ്രദ്ധിച്ച് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് ഒരു വർഷം തന്നെ 3 പ്രാവശ്യം ട്രാൻസ്ഫർ കിട്ടിയ ആൾക്കാരുണ്ട്. ആദ്യം ഒരു സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത് കുട്ടികളുമായിട്ടൊന്ന് പരിചയപ്പെടുന്ന സമയത്ത് ഹയർ ഓപ്ഷനിൽ അടുത്ത സ്കൂളിലേക്ക് ട്രാൻസ്ഫർ, ആടെ കുട്ടികളെല്ലാം പരിചയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇത് അനുഭവമാണ് ശരിക്കും ട്രാൻസ്ഫറിൻ്റെ ഒരു അനുഭവം. അത് കഴിഞ്ഞ് 3ാമത്തെ ട്രാൻസ്ഫറും കിട്ടി. 3 ട്രാൻസ്ഫർ കിട്ടിയ ആളെല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സ്കൂളിൽ മിനിമം 3 കൊടുക്കണം, മാക്സിമം 10 വരെ ഗവൺമെൻറ് സ്കൂളിലുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. 3, എക്സെപ്ഷൻ ടു ദി സീനിയോറിറ്റി ക്രൈറ്റീരിയൻ ഷാൾ ബി ദ ബാർ മിനിമം. എക്സെപ്ഷൻ ഷാൾ ഇൻക്ലൂഡ് ക്ലോസ് റിലേറ്റീവ് ഓഫ് ജവാൻസ്, ഇന്റർകാസ്റ്റ് മാരേജ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അതർ ഗ്രൗണ്ട്സ് ഫോർ സ്പെഷ്യൽ കൺസിഡറേഷൻ, കമ്പാഷനേറ്റീവ് ഗ്രൗണ്ട്, പേഴ്സൺ ഹു ഹാവ് ഓൺലി 1 year ഓഫ് സർവീസ് ലെഫ്റ്റ് ഓർ റിട്ടേൺ. ഇതിൻ്റെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് .in എടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറിൻ്റെ മാനദണ്ഡം 25%
ഈ റിസർവേഷൻ കാറ്റഗറിയിൽ കൊടുക്കുന്നത്. അതിൻ്റെ മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. 1 ഇയർ ലെഫ്റ്റിന് ഫസ്റ്റ് പ്രിഫറൻസ്, ആ രീതിയിൽ ഓരോ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ട്രാൻസ്ഫർ 100 ആൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ 25% ഈ റിസർവേഷൻ കൊടുക്കണം. 25% റിസർവേഷൻ ഇല്ലെങ്കിൽ മറ്റൊരു കൊടുക്കും, അതിൽ കൂടുതൽ. ആ റിസർവേഷൻ പാലിച്ചിട്ടാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ നടക്കുന്നത്. 4. കേസസ് കമ്മിങ് അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റ് ഷാൾ ഇൻക്ലൂഡ് അൺസ്യൂട്ടബിലിറ്റി, അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ, മിസ്യൂസ് ഓഫ് ഒഫീഷ്യൽ പൊസിഷൻ, ഡിസിപ്ലിനറി ആക്ഷൻ, ഇൻകോമ്പിറ്റൻസ് ആൻഡ് കൺസിസ്റ്റൻറ്റ് പുവർ പെർഫോമൻസിനെല്ലാം ഒരാളെ ട്രാൻസ്ഫർ ആക്കാം. നമ്മൾ ചുരുക്കി പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് രീതിയിൽ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യിക്കാം. 5. കേസസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ സീനോറ്റി നോംസ് ഷാൾ ബി അപ്പീലബിൾ ബിഫോർ ദ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, അതായത് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹൂ ഷാൾ ഡിസൈഡ് ദ കേസ്. ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ ഡി ജിക്ക്, ഈ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ഡി ജിക്ക് അപ്പീൽ കൊടുക്കാം. ഓൾ എക്സെപ്ഷൻ ടു ദി ജനറൽ റൂൾ ഓഫ് സീനിയോറിറ്റി പുട്ട് ടുഗദർ മേ നോട്ട് എക്സീഡ് 25% ഓഫ് ട്രാൻസ്ഫർ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇതിലെന്ത് അപവാദം ഉണ്ടെങ്കിലും ട്രാൻസ്ഫർ 25% കൂടുതൽ റിസർവേഷൻ കൊടുത്തുവിടാം. മ്യൂച്വൽ ട്രാൻസ്ഫർ ഓൺ റിക്വസ്റ്റ് ഷാൾ നോട്ട് ബി എൻ്റർടൈൻഡ്. നമ്മൾ മ്യൂച്വൽ ട്രാൻസ്ഫർ കൊടുത്തുവിടാം. രണ്ടാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രാൻസ്ഫർ നിരോധിച്ചിട്ടായാലും. ദ നമ്പർ ഓഫ് ട്രാൻസ്ഫർ ഷാൾ ബി ലിമിറ്റഡ് ടു ട്വൈസ് ഓർ ത്രൈസ് എ ഇയർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ടീച്ചർക്ക് 3 പ്രാവശ്യം ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അവർക്ക് 4ാമത്തെ പ്രാവശ്യം കിട്ടൂല. കാരണം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ ഒരു വർഷം ട്രാൻസ്ഫർ കിട്ടൂ എന്നർത്ഥം. ദ നമ്പർ ഓഫ് ട്രാൻസ്ഫർ അണ്ടർ എ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഷാൾ ബി ലിമിറ്റഡ് ടു ട്വൈസ് ഓർ ത്രൈസ് എ ഇയർ. ഗവൺമെൻറ് സ്കൂളും ബാധകമാണ്. അതായത് കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് വേണമെങ്കിൽ ഒരു അധ്യാപകൻ ആടിയിടിയും മാറ്റാം. ഒരു സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് പണിഷ്മെൻറ്റ് പോലെ വേണമെങ്കിൽ മാറ്റാം. ആദ്യം ഒരു സ്കൂൾ ആടെ എത്തി സ്റ്റാൻഡാകുന്ന സമയത്ത് അടുത്ത് ഏതോ സിനിമയിൽ ജഗതിരെ പോലീസ് ട്രാൻസ്ഫർ കിട്ടുന്ന പോലെയാണ്. അങ്ങനെ തട്ടി കളിക്കാം. അതായത് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ പരീക്ഷയ്ക്ക് വന്നതാണ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് ഒരു ടീച്ചറെ മാറ്റാൻ പറ്റൂ. 291. The pay of a teacher who has transferred from one school to another for the period up to his transfer shall be claimed from former school. ആ ഫോർമർ സ്കൂളിൽ ഒരു അധ്യാപകൻ 15-ാം തീയതി മറ്റു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ടെങ്കിൽ 15-ാം തീയതി റിലീവ് ആകുന്നുണ്ടെങ്കിൽ 15-ാം തീയതി വരെയുള്ള ശമ്പളം മുൻപത്തെ സ്കൂളിൽ നിന്ന് വാങ്ങണം എന്നർത്ഥം. നിലവിലുള്ള സ്കൂളിൽ നിന്ന് മറ്റു സ്കൂളിൽ ട്രാൻസ്ഫർ ആയിട്ട് ജോയിൻ ചെയ്താൽ ബാക്കി ശമ്പളം മുൻ സ്കൂളിൽ നിന്ന് ചെയ്യണമെന്ന് പാർട്ട് സാലറി എന്ന് പറയും. സ്പാർക്കിൽ അത് പാർട്ട് സാലറി എന്നാണ് പറയുന്നത്. The cost of the service book to be opened for a teacher is to be met by teacher. അതായത് ഒരു അധ്യാപികയുടെ സർവീസ് ബുക്ക് ടീച്ചർ തന്നെ വില കൊടുത്ത് വാങ്ങണം എന്നാണ് ഇതിൻ്റെ ചുരുക്കി പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ക്രൂട്ടിനി ഓഫ് സർവീസ് ബുക്ക് സ്ക്രൂട്ടിനി ചെയ്യുന്നതിന് സ്ക്രൂട്ടിനി ഓഫ് സർവീസ് ബുക്ക് ഷാൾ ബി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ടു ബി അറ്റൻഡഡ് ടു ബൈ ദ എഡ്യൂക്കേഷണൽ ഓഫീസർ ഡ്യൂറിങ് ദ ആനുവൽ ഇൻസ്പെക്ഷൻ. ഈ സർവീസ് ബുക്കായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്നതാണ്. നമ്മൾ ഈ ആനുവൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ സർവീസ് ബുക്കിൻ്റെ സ്ക്രൂട്ടിനിയാണ് ഒരു എഡ്യൂക്കേഷണൽ ഓഫീസറുടെ. എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ AO അല്ലെങ്കിൽ DOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഈ സർവീസ് ബുക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്ററും ഫയലിനെ കുറിച്ചിട്ട് ഈ KR കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സ്കൂളിൽ എങ്ങനെയാണ് ഫയൽ കീപ്പ് ചെയ്യുന്നത്, എന്തെല്ലാം രജിസ്റ്റർ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ വിശദമായിട്ട് സർവീസ് ബുക്കിനെ കുറിച്ചിട്ട് പറയാം. 293. ദ SB ഓഫ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാൾ ബി മെയിൻറ്റെയിൻഡ് ബൈ AO. പ്രൈമറി സ്കൂളിലെ SP മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? AO ആണ്. എന്നാൽ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആരായിരിക്കും? ഓക്കെ, നിങ്ങൾ കണ്ടെത്താം. ഒരു ചോദ്യം ചോദിക്കാൻ എല്ലാ ഉത്തരവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററോട് ചോദിക്കുക, നിങ്ങളുടെ സർവീസ് ബുക്ക് ആരെടുത്തായില്ലേ? നിങ്ങൾ ചില ഹൈസ്കൂൾ പഠിക്കുന്നവരല്ലേ? ദ അതോറിറ്റി ഫോർ പെർമിറ്റിംഗ് ചേഞ്ച് ഓഫ് എൻട്രീസ് ഓഫ് ദ ഡേറ്റ് ഓഫ് ബർത്ത് എംപ്ലോയീസ് ഇൻ ദ സർവീസ് ബുക്ക് ഈസ് ഗവൺമെൻറ്. ഈ സർവീസ് ബുക്കിൽ എന്തെങ്കിലും എൻട്രി നടത്തണമെങ്കിൽ അത് സർക്കാരിന് മാത്രമാണ് അധികാരം, വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. എന്തിൽ? ഡേറ്റ് ഓഫ് ബർത്ത്. അല്ലെങ്കിൽ നമ്മൾ റണ്ണിങ് എൻട്രിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തടഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. പറ്റുമ്പോൾ അതും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാം എങ്ങനെയാണ് സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാം. എന്നാൽ അതിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ചേഞ്ച് ഗവൺമെൻറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വേറെന്ന് പറഞ്ഞാൽ 15 സ്കൂൾ പഠിച്ച് 15 വർഷത്തിന് ശേഷം സ്കൂൾ രജിസ്റ്ററിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനുള്ള അധികാരം ഗവൺമെൻറ്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അറ്റസ്റ്റിംഗ് ഓഫീസർ ഓഫ് പാർട്ട് 1 ഓഫ് ദ സർവീസ് ബുക്ക് ഈസ് എഡ്യൂക്കേഷണൽ ഓഫീസർ. പാർട്ട് 1 നമ്മൾ ഫോട്ടോയിൽ ഒടിച്ച പാർട്ട് 1 ഇല്ലേ,
നമ്മുടെ സർട്ടിഫിക്കറ്റിലും അടയാളപ്പെടുത്തുന്ന ഭാഗമാണ് പാർട്ട് 1. അത് എഡ്യൂക്കേഷണൽ ഓഫീസറാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കണം, ഒരു വർഷം. അടുത്ത 296ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഓതറൈസ്ഡ് അറ്റസ്റ്റിംഗ് ഓഫീസർ ഫോർ ദ എൻട്രീസ് ഇൻ പാർട്ട് 2 ഓഫ് ദ സർവീസ് ബുക്ക് ഓഫ് ആൻ എയ്ഡഡ് പ്രൈമറി സ്കൂൾ ടീച്ചർ ഈസ് ദ ഹെഡ് മാസ്റ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം, ദ ഓതറൈസ്ഡ് വെരിഫൈയിങ് ഓഫീസർ ഫോർ ദ എൻട്രീസ് ഇൻ പാർട്ട് 2 ഓഫ് ദ സർവീസ് ബുക്ക് ഓഫ് ആൻ എയ്ഡഡ് ഹൈസ്കൂൾ ടീച്ചർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഒന്നാമത്തത് അറ്റസ്റ്റിംഗ് ആണ്, രണ്ടാമത്തത് വെരിഫൈയിങ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കാം. 297 കാഷ്വൽ ലീവ് ഓഫ് പ്രൈമറി ഹെഡ് മാസ്റ്റർ സാങ്ഷൻഡ് ബൈ AEO. അത് ഏറ്റവും കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നിട്ട് എല്ലാവരും തെറ്റിച്ചതാണ്. കാഷ്വൽ ലീവ് സാധാരണ രീതിയിൽ ഹെഡ് മാസ്റ്റർ സ്വന്തമായിട്ടാണ് സാങ്ഷൻ ചെയ്യൽ. അതല്ല, യഥാർത്ഥത്തിൽ ആസ് പെർ റൂൾ പ്രകാരം കാഷ്വൽ ലീവ് പ്രൈമറി സ്കൂള് സാങ്ഷൻ ചെയ്യേണ്ടത് AEO ആണ്. എവറി എഡ്യൂക്കേഷണൽ ഏജൻസി ഷുഡ് മെയിൻറ്റെയിൻ സീനിയോറിറ്റി ലിസ്റ്റ് ഓഫ് ടീച്ചർ ഇൻ ഫോം നമ്പർ 11A. The determination of age for eligibility for appointment of aided school non-teaching staff will be January 1. ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഡേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് കട്ട് ഓഫ് ഡേറ്റ് January 1 ആണ്. 300ാമത്തെ പോസ്റ്റ് ഓഫ് പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഷാൽ ബി ഫില്ലഡ് അപ്പ് ബൈ പ്രൊമോഷൻ ആസ് ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് വൈഡ്. റൂൾ 43C(1) of chapter 14 of Kerala Education Act rule. Okay.